ഏറെ കോളിളക്കമുണ്ടാക്കിയ ഷാരോൺ വധക്കേസിൽ കോടതി നാളെ വിധി പറയും. കാമുകന് കഷായത്തിൽ വിഷം കലർത്തി ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ കൊലപാതകം നടത്തിയെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഷാരോണിന്റെ വേർപാടിന് ശേഷം ഇന്നും ആ കുടുംബത്തിന് കണ്ണീർ തോർന്നിട്ടില്ല. ഷാരോണിനെ ചതിച്ച് കൊലപ്പെടുത്തിയതാണെന്നും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കണമെന്നും യുവാവിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. ജ്യൂസ് ചലഞ്ച്, പിന്നീട് കഷായം കുടിപ്പിക്കൽ, പലപ്പോഴായി കാമുകന്റെ ശരീരത്തിലേക്ക് വിഷം പ്രവേശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം, മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയായിരുന്നു കൊലപാതകം. ഇങ്ങനെ ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ വിചാരണാ ഘട്ടത്തിൽ ഉന്നയിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം ബഷീറാണ് കേസിൽ വിധി പറയുക. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കണമെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. മകന്റെ വേർപാടിന് ശേഷം ഈ കുടുംബത്തിന് കണ്ണീര് തോർന്നിട്ടില്ല. മകനെ ചതിച്ചു കൊലപ്പെടുത്തിയത് തന്നെയെന്ന് രക്ഷിതാക്കൾ പറയുന്നു. നമുക്ക് കേസ് നല്ല ശിക്ഷ കിട്ടും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഏറ്റവും എന്തൊക്കെ ശിക്ഷ കിട്ടാൻ ഇന്ത്യൻ നിയമം അനുസരിച്ച് എന്ത് ലാസ്റ്റായിട്ട് കിട്ടണം അത് കിട്ടും എന്നുള്ളതാണ് ഞങ്ങൾ. ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം, അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അവളും അവളെ അമ്മയും കൂടെ ചേർന്ന് ചെയ്തതാണ്. അവളെ അമ്മയും കൂടെയാണ് ഇവനെ എൻ്റെ മകനെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവളുടെ അമ്മയാണ്. ഈ വീടിപ്പം 2 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന വളരെ മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും അച്ഛനും അമ്മയും മക്കളുടെ സ്നേഹം തന്നെ ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല, പക്ഷെ അതുപോലെ അല്ല. ഞങ്ങൾ 2022 ഒക്ടോബർ 14 നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥി 23-കാരനായ JP ഷാരോൺ രാജ് കാമുകി ഗ്രീഷ്മയുടെ പളുകലിലെ വീട്ടിൽ വെച്ച് കഷായം കുടിച്ചത്. ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോൺ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും നില വഷളായി. ഒക്ടോബർ 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണം. അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം പാറശാല പോലീസ് കേസെടുത്തത്. ഒക്ടോബർ 29 കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകിയെന്ന് അടുത്ത ദിവസം പോലീസിനോട് യുവതിയുടെ കുറ്റസമ്മതം. ഒക്ടോബർ 31 ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ അണുനാശിനി കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഗ്രീഷ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പലതവണ അഭ്യർത്ഥിച്ചിട്ടും തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ തിരികെ നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. ഗ്രീഷ്മ 1-ാം പ്രതിയും അമ്മ സിന്ധു 2-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ 3-ാം പ്രതിയുമാണ്. കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അവിടെ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതികളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ വിചാരണ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പിന്നീട് ഹൈക്കോടതി 3 പ്രതികൾക്കും ജാമ്യം നൽകി. ഇതിനിടെ പ്രതികൾ താമസം തമിഴ്നാട്ടിലേക്ക് മാറ്റിയിരുന്നു. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന് വഴിതെളിച്ച കേസിൽ വിധി വരുമ്പോൾ അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ. ന്യൂസ് 18 തിരുവനന്തപുരം.